തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്ന അനധികൃത സ്പാകൾക്ക് വിലങ്ങിടാൻ കോർപ്പറേഷൻ നടപടികൾ ആരംഭിച്ചു. തലസ്ഥാനത്തുള്ള 137 സ്പാ വെൽനസ് കേന്ദ്രങ്ങളിൽ 17 എണ്ണം പ്രവർത്തിക്കുന്നത് കോർപ്പറേഷന്റെ ലൈസൻസ് ഇല്ലാതെയെന്നും കണ്ടെത്തലുണ്ട്. കോർപ്പറേഷനിലെ ആരോഗ്യ വിഭാഗത്തിന്റെ നടപടികൾ തുടരുകയാണ്. അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകൾക്കെതിരെ തിരുവനന്തപുരം നഗരസഭ ശക്തമായ നിലപാടെടുത്ത് കൂടുതൽ പരിശോധനകൾ നടത്തിവരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. തിരുവനന്തപുരത്ത് നഗരമധ്യത്തിൽ സ്റ്റാച്യുവിൽ നടന്ന ഒരു പ്രശ്നത്തെ തുടർന്നാണ് സ്പായ്ക്കെതിരെ നടപടി സ്വീകരിച്ച് ആദ്യം തുടക്കമിട്ടത്. സ്പർശൻ വെൽനസ് കെയർ എന്ന സ്പായ്ക്കെതിരെയാണ് കൂടുതൽ നടപടികളുണ്ടായത്. സ്പാ അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ടായിരുന്നു. BJP നേതാവ് കൂടിയായ, അതായത് BJP ന്യൂനപക്ഷ മോർച്ച നേതാവായ ഷൈൻലാലിൻ്റെ പിതാവിൻ്റെ പേരിലുള്ള സ്പായാണ് അടച്ചുപൂട്ടിയത്. സ്പായുടെ ഒരു ഭാഗത്തിന് പ്രത്യേക അനുമതിയില്ലായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. സ്പായ്ക്കുള്ളിൽ ക്രോസ് മസാജിങ് അടക്കം നടക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ള സംശയം നിലനിൽക്കുന്നുണ്ട്. ആ സ്പായ്ക്കെതിരെ ഒരു പരാതി വന്നതിനെ തുടർന്നാണ് മേയർ VV രാജേഷ് നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടത്. ആരോഗ്യ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള, അതായത് നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ പ്രവർത്തകരാണ് ഇതിനെതിരെ പരിശോധന നടത്തി കൃത്യമായി നടപടി സ്വീകരിച്ചത്. ഈ സ്പായിലേക്ക് ജോലിക്കായി എത്തിയ, അതായത് അഭിമുഖത്തിനെത്തിയ യുവതിയോട് മാനേജർ മോശമായി പെരുമാറിയതും ഫോട്ടോ ചോദിച്ചടക്കമുള്ള പ്രശ്നങ്ങൾ തുടർന്നു. അതിനെ തുടർന്നാണ് ഈ പരാതി നേരിട്ട് VV രാജേഷിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത്. യുവതി പോലീസിൽ പരാതി നൽകിയിട്ടില്ല. അതിനുശേഷം മറ്റു സ്പാകളിൽ കൂടി പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നുള്ള തീരുമാനമുണ്ടായി. ആയുഷിൻ്റെ കീഴിലുള്ള കോഴ്സുകൾ പൂർത്തിയാക്കിയവർക്ക് മാത്രം സ്പാകൾക്ക് ലൈസൻസ് നൽകിയാൽ മതി എന്ന തീരുമാനമായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി പുരോഗമിക്കും. ഏതായാലും തിരുവനന്തപുരം നഗരസഭയുടെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്. 120 സ്പാകളാണ് നിയമാനുസൃതമായി ഇവിടെ നടക്കുന്നത്. തലസ്ഥാന നഗരത്തിനോട് പരിധിയിൽ തന്നെ 17 സ്പാകൾ അല്ലാതെ, അത് കൃത്യമായ ലൈസൻസോടുകൂടി അല്ലാതെ പ്രവർത്തിക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാനായി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ചർച്ചയുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കും. ഇനി സ്പാകൾക്കുള്ളിൽ ക്രോസ് മസാജിങ് നടക്കുന്നുണ്ടോ, അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഇനി പരിശോധിക്കും. കൂടുതൽ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു വരികയാണ്. അതിൽ കൂടുതൽ പരിശോധന നടത്താനായി ഈ തലസ്ഥാനത്തെ നഗരസഭ തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും കൃത്യമായ നടപടികൾ സ്വീകരിക്കും. മുഖം നോക്കാതെയുള്ള നടപടിയാകും എന്നാണ് VV രാജേഷ് നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇപ്പോൾ നടന്നു വരികയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.